ഒരു കുട്ടിയുടെ ബോഡിയിൽ നിന്നാണ് മെഷർമെൻറ്റ് എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഡെമ്മിയിൽ നിന്നും കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു കുട്ടിയെ വെച്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുട്ടിയുടെ ലെങ്ത്ത് നോക്കുമ്പോൾ ഇവിടെ ഷോൾഡർ ഇവിടെയാണ് കിടക്കുന്നത്. ഈ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് നമ്മൾ ടാപ്പ് വെക്കുക, നേരെ പിടിക്കുക. നിങ്ങൾക്ക് ചുരിദാറാണെങ്കിൽ ചുരിദാറിന് എത്ര നീളം വേണ്ടത് എന്ന് നോക്കുക. ഇപ്പോൾ ഈ മോൾഡ് 25 ഇഞ്ചാണ് ഡ്രസ്സിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ആ 25 ഇഞ്ചാണ് നമുക്ക് എവിടെ വരെയാണ് ലെങ്ത്ത് വേണ്ടത് അത്ര വരുന്ന ലെങ്ത്താണ് നമ്മൾ നീളമായിട്ട് കണക്കാക്കപ്പെടുക. പിന്നെ നമ്മൾ ഷോൾഡർ എടുക്കുന്ന സമയത്ത് കുട്ടിയെ നമ്മളിങ്ങനെ തിരിച്ച് നിർത്തും, ബാക്കോട്ട് തിരിച്ച് നിർത്തിയിട്ട് നമ്മൾ ഈ ഒരു കൈ പൊക്കുന്ന സമയത്ത് ഈ ഒരു ജോയിൻറ്റ്, കൈയിൻ്റെ ജോയിൻറ്റ് മുതൽ അടുത്ത ജോയിൻറ്റ് വരെയാണ് നമ്മുടെ ഷോൾഡർ. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് ഇവിടെ കറക്റ്റ് വെക്കുക, എന്നിട്ട് ഇതേപോലെ പിടിക്കുക. അപ്പോൾ മോളെ ഷോൾഡർ വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡർ മുതൽ ഈ ഒരു കൈയിൻ്റെ ഈ ജോയിൻറ്റ് മുതൽ അടുത്ത കൈയിൻ്റെ ജോയിൻറ്റ് വരെ വരുന്ന നീളത്തിനാണ് നമ്മൾ ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഷോൾഡർ എടുക്കുന്ന ഓക്കെ ആയില്ലേ. ഇനി നമ്മൾ നോക്കുന്നത് ചെസ്റ്റാണ്. അപ്പോൾ ചെസ്റ്റ് എടുക്കുന്ന സമയത്ത് കൈ രണ്ടും ഇങ്ങനെ പൊക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെയാണ് നമ്മൾ പിടിച്ചിട്ടാണ് നമ്മൾ ചെസ്റ്റ് വണ്ണം എടുക്കേണ്ടത്. അപ്പോൾ വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ബ്രസ്റ്റിൻ്റെ അളവ് എടുക്കണമെങ്കിൽ ബ്രസ്റ്റിൻ്റെ മുകളിൽ കൂടെ ആയിട്ട് പിടിച്ചാലും മതി. ശരിക്കും ചെസ്റ്റ് എടുക്കുക, കൈക്കുഴിയുടെ ഉള്ളിലൂടെ ഇങ്ങനെ പിടിക്കണമെന്നാണ്. പിന്നെ നമ്മളെ വേസ്റ്റ് കുറച്ച് താഴോട്ട് വന്ന് നമ്മൾ വണ്ണം, നമ്മുടെ ബോഡിയിലെ വണ്ണം കുറഞ്ഞ ഒരു ഭാഗം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് കിട്ടും. വേസ്റ്റ് അളവ് ഇതുപോലെയാണ് എടുക്കുക. നമ്മൾ ഏത് വലിയ ആളായാലും ചെറിയ ആൾക്കാരൊക്കെ ആണെങ്കിലും ഇതുപോലെയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് നോക്കേണ്ടത്. ഇനി നമ്മൾ ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ വേണം. അപ്പോൾ നമ്മൾ ഈ ഒരു മുകൾ വശത്ത് നിന്ന് താഴോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്ലിറ്റ് വേണ്ടത് നോക്കുക. ആ ഒരു അളവ് എവിടെയാണോ അവിടുത്തെ വണ്ണം, അവിടുത്തെ ഇങ്ങനെ പിടിച്ച വണ്ണമാണ് നമുക്ക് എന്ത് വരുന്നത്, ഹിപ്പിൻ്റെ റൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ അതും ക്ലിയർ ആയില്ലേ. പിന്നെ നെക്ക് ലെങ്ത്ത് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ച് നോക്കുക. എത്ര നെക്ക് ലെങ്ത്ത് നിങ്ങൾക്ക് വേണോ അതെടുക്കാം. പിന്നെ നമ്മൾ ഷോൾഡർ നമ്മൾ ഈ രണ്ട് അകലം ഉണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു അകലം, ഈ ഒരു നെക്കിൻ്റെ ഈ വീതി നോക്കിയിട്ടാണ് നമ്മൾ നെക്ക് കൊടുത്ത് കണ്ടുപിടിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത്ര കാര്യങ്ങളൊക്കെ മതി. സ്ലീവ് ഈ ഒരു കൈയിൻ്റെ ഈ ഒരു ജോയിൻറ്റ് മുതൽ താഴോട്ട് ഇങ്ങനെയാണ് സ്ലീവിനെ നമ്മൾ പിടിക്കുക. ലെങ്ത്ത് വണ്ണം പിടിക്കുമ്പോൾ ഇതേപോലെ റൗണ്ട് പിടിക്കുക. പിന്നെ കുറച്ച് മുകൾ വശത്ത് ഇങ്ങനെ റൗണ്ട് പിടിക്കുക. നമ്മൾ ആം ഹോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് 2 രൂപത്തിൽ ആം ഹോൾ എടുക്കാൻ പറ്റും. ഒന്ന് ഈ ഒരു ആം ഹോളിൻ്റെ ഇങ്ങനെയല്ല ചുറ്റളവ് പിടിക്കുക. രണ്ടാമത് നമ്മുടെ ഈ വണ്ണം കൂടിയ ഭാഗമല്ലേ കൈയിൻ്റെ, ഈ വണ്ണം കൂടിയ ഭാഗം ആയിട്ടും നമുക്ക് ആം ഹോൾ എടുക്കാം. ഈ വണ്ണം കൂടിയ ഭാഗത്തിൻ്റെ ഹാഫ് അല്ലെങ്കിൽ ഇവിടുത്തെ വണ്ണത്തിൻ്റെ ഹാഫ്, ഈ 2 രൂപത്തിലെടുത്താലും നമുക്ക് കറക്റ്റ് ആം ഹോൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഷോൾഡർ കറക്റ്റ് എടുക്കല്. അപ്പോൾ നമ്മൾ ഏത് കസ്റ്റമറിന് നമുക്ക് കിട്ടുകയാണെങ്കിലും, അപ്പോൾ ഞാൻ ഈ കുട്ടിയെ വെച്ച് അളവെടുത്ത പോലെയാണ് നമ്മളെല്ലാ അളവുകളും എടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് പാൻറ്റ് ചെയ്യുന്ന സമയത്ത് മോൾ എവിടെയാണോ വള്ളി കെട്ടുന്നത്, നമ്മൾ ആർക്കാണ് പാൻറ്റ് എടുക്കുക അവിടുത്തെ വള്ളി കെട്ടൂലേ, ആ വള്ളി കെട്ടുന്ന ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ അരവണ്ണം നോക്കുക. ആ വള്ളി കെട്ടുന്ന ഭാഗം ഇപ്പോൾ ഇവിടെയാണ് വള്ളി കെട്ടുന്നത്. എന്നാൽ ഇവിടെ നിന്ന് കറക്റ്റ് നമ്മൾ താഴോട്ട് ഇതേപോലെയാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് എടുക്കുക. ഓക്കെ, എത്ര ലെങ്ത്തിലാണ് നമുക്ക് വേണ്ടത് ആ ലെങ്ത്ത് ഇങ്ങനെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കൽ. ഡമ്മിയിൽ നിന്ന് എടുത്ത പോലെ തന്നെയാണ് ഇത്. ഡമ്മി ഇത് കുട്ടിയെ വെച്ചെടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ.